തമിഴ് സിനിമാ നടന്മാരിൽ ഏറ്റവും പണക്കാരനായിട്ടുള്ള നടൻ അത് രജനീകാന്ത് ആണോ വിജയ് ആണോ? എന്നാൽ ഇവർ രണ്ടുപേരുമല്ല തമിഴിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നടനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. തമിഴിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള സിനിമാ താരം ആരാണെന്നറിയുന്നതിന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തമിഴ് സിനിമയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 നടന്മാരെക്കുറിച്ചും അവരുടെ ആസ്തി, അവരുടെ കാർ കളക്ഷൻ, അവരുടെ വീടുകൾ എന്നിവയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് സിനിമാ താരത്തിൻ്റെ ആസ്തി അറിയുന്നതിന് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ നിങ്ങളോടൊരു കുഞ്ഞു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. തമിഴിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 നടന്മാരിൽ 10ാം സ്ഥാനത്തുള്ളത് പ്രിയതാരം കാർത്തിയാണ്. തമിഴിലെ സൂപ്പർ താരമായ സൂര്യയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള കാർത്തിയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 90 മുതൽ 150 കോടി രൂപ വരെയാണ്. ഒരു ചിത്രത്തിനായി താരം പ്രതിഫലമായി ഈടാക്കുന്നത് 10 മുതൽ 15 കോടി രൂപ വരെ എന്നാണ് റിപ്പോർട്ടുകൾ. ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകൾക്കായി 1 കോടി രൂപയോളം താരം പ്രതിഫലമായി ഈടാക്കുന്നുണ്ട്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ എന്നിവയാണ് കാർത്തിയുടെ മറ്റു വരുമാന സ്രോതസ്സുകൾ. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും കാർത്തിക്ക് സ്വന്തമായുണ്ട്. ഹോണ്ട CR-V, BMW 5 സീരീസ്, മെഴ്സിഡസ് ബെൻസ്, ഓഡി തുടങ്ങിയവയാണ് കാർത്തിയുടെ വാഹനങ്ങൾ. ചെന്നൈയിലുള്ള ആഡംബര വസതിയിലാണ് കാർത്തിയും കുടുംബവും താമസിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള താരമാണ് മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതി. വിജയ് സേതുപതിയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 140 മുതൽ 200 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്ക് വിജയ് സേതുപതി പ്രതിഫലമായി ഈടാക്കുന്നത് 15 മുതൽ 20 കോടി രൂപ വരെയാണ്. സിനിമ അഭിനയം കൂടാതെയുള്ള താരത്തിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ സിനിമാ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയിലൂടെയാണ്. നിരവധി ലക്ഷറി വാഹനങ്ങളാണ് വിജയ് സേതുപതിക്കുള്ളത്. 2.55 കോടി രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് G350D, 2.50 കോടി രൂപ വിലമതിക്കുന്ന BMW 7 സീരീസ്, 45 ലക്ഷം രൂപ വിലമതിക്കുന്ന മിനി കൂപ്പർ, കൂടാതെ ടൊയോട്ട ഫോർട്യൂണർ, ടൊയോട്ട ഇന്നോവ തുടങ്ങിയ വാഹനങ്ങളും വിജയ് സേതുപതിയുടെ ഗാരേജിലുണ്ട്. കൂടാതെ നിരവധി ആഡംബര വസതികളാണ് വിജയ് സേതുപതിക്കുള്ളത്. ഏകദേശം 50 കോടി രൂപയോളം വിലമതിക്കുന്ന ചെന്നൈയിലുള്ള ആഡംബര വസതിയിലാണ് വിജയ് സേതുപതി കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ള താരമാണ് ധനുഷ്. 1983 ജൂലൈ 28 വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജയായി ജനിച്ച ധനുഷിൻ്റെ ബാല്യകാല സ്വപ്നം സിനിമയല്ലായിരുന്നു. ഒരു ഷെഫ് ആകുക എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ സഹോദരനും സംവിധായകനുമായ സെൽവരാഘവൻ്റെ നിർദ്ദേശമാണ് അദ്ദേഹത്തെ അഭിനയ രംഗത്തേക്ക് എത്തിച്ചത്. 2002 പിതാവ് കസ്തൂരി രാജ സംവിധാനം ചെയ്ത തുള്ളുവതോ ഇളമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. ഇന്ന് ഇന്ത്യയൊട്ടാകെ ആരാധകരുള്ള ഒരു പാൻ ഇന്ത്യൻ നടനായി ധനുഷ് മാറി. ഒരു സിനിമയ്ക്ക് ഏകദേശം 20 കോടി മുതൽ 35 കോടി രൂപ വരെയാണ് ധനുഷ് പ്രതിഫലമായി വാങ്ങുന്നത്. ധനുഷിൻ്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 230 കോടി രൂപയോളമാണ്. സിനിമ അഭിനയം കൂടാതെയുള്ള ധനുഷിൻ്റെ മറ്റു വരുമാന മാർഗങ്ങൾ സിനിമാ നിർമ്മാണം, ബ്രാൻഡ് പ്രൊമോഷനുകൾ, പരസ്യങ്ങൾ, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ്. ചെന്നൈയിലെ പോയസ് ഗാർഡനിലുള്ള ഏകദേശം 150 കോടി രൂപ വിലമതിക്കുന്ന 4 നില ആഡംബര വസതിയാണ് ധനുഷിൻ്റെ ഏറ്റവും വലിയ സ്വത്തുക്കളിലൊന്ന്. ഏകദേശം 19,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് ആരാധകർക്കിടയിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അൽവാർപേട്ടിലെ മറ്റൊരു ആഡംബര വസതിയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും ധനുഷിന് സ്വന്തമായുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും ധനുഷിനുണ്ട്. ഏകദേശം 7 കോടി രൂപയോളം വിലമതിക്കുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 3.21 കോടി രൂപ വിലമതിക്കുന്ന ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ, ഫോർഡ് മുസ്താങ് GT, ഓഡി A8, റേഞ്ച് റോവർ സ്പോർട്ട്, ജാഗർ XC തുടങ്ങിയ നിരവധി വാഹനങ്ങളാണ് ധനുഷിൻ്റെ ഗാരേജിലുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള താരമാണ് ചിയാൻ വിക്രം. താരത്തിൻ്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 150 കോടി മുതൽ 250 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്കായി വിക്രം ഏകദേശം 20 മുതൽ 25 കോടി രൂപ വരെയാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെയുള്ള താരത്തിൻ്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ ബ്രാൻഡ് പ്രൊമോഷനുകൾ, പരസ്യങ്ങൾ, മറ്റ് ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ്. ചെന്നൈയിലുള്ള ആഡംബര വസതിയിലാണ് താരം കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും താരത്തിന് പ്രോപ്പർട്ടികളുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും വിക്രമിനുണ്ട്. ഏകദേശം 9 കോടിയോളം വിലമതിക്കുന്ന റോൾസ് റോയ്സ് സ്പെക്ടർ, കൂടാതെ ഫെരാരി പുരോസ്വാങ്കെ, ഏകദേശം 3.8 കോടി രൂപ വിലമതിക്കുന്ന പോർഷെ 911 ടർബോ, കൂടാതെ 2.7 കോടിയോളം വിലമതിക്കുന്ന ഓഡി R8 തുടങ്ങിയവയാണ് താരത്തിൻ്റെ വാഹനങ്ങൾ.
ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ള താരമാണ് സൂര്യ. താരത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 350 കോടി രൂപയോളമാണ്. ഒരു സിനിമയ്ക്കായി സൂര്യ 40 മുതൽ 60 കോടി രൂപ വരെയാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. ഭാര്യയും നടിയുമായ ജ്യോതികയ്ക്കൊപ്പം ചേർന്ന് 2D എൻ്റർടൈൻമെൻറ്റ്സ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനിയും സൂര്യയ്ക്കുണ്ട്. സിനിമ അഭിനയം കൂടാതെയുള്ള സൂര്യയുടെ മറ്റ് വരുമാന സ്രോതസ്സുകൾ സിനിമാ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, മറ്റ് ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ്. ചെന്നൈയിലും മുംബൈയിലുമായി ആഡംബര വീടുകൾ സൂര്യയ്ക്കുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളാണ് താരത്തിന് സ്വന്തമായുള്ളത്. ഏകദേശം 1.38 കോടി രൂപ വിലമതിക്കുന്ന BMW 7 സീരീസ്, 1.10 കോടി രൂപ വിലമതിക്കുന്ന ജാഗ്വർ XJL, ഏകദേശം 80 കോടിയോളം വിലമതിക്കുന്ന ഓഡി Q7, 60 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് M ക്ലാസ്, കൂടാതെ റേഞ്ച് റോവർ തുടങ്ങിയവയാണ് താരത്തിൻ്റെ ഗ്യാരേജിലുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള താരമാണ് അജിത് കുമാർ. തല അജിത്ത് എന്നായിരുന്നു ആരാധകർ സ്നേഹപൂർവ്വം താരത്തെ മുൻപ് വിളിച്ചിരുന്നത്. എന്നാൽ തന്നെ ഇനി തല എന്ന് വിളിക്കരുതെന്ന് അജിത് കുമാർ തന്നെ പറഞ്ഞിരുന്നു. അജിത് കുമാറിൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 350 മുതൽ 410 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്കായി താരം 105 കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെയുള്ള അജിത് കുമാറിൻ്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ്. കൂടാതെ നിരവധി ആഡംബര വീടുകളും താരത്തിന് സ്വന്തമായുണ്ട്. ചെന്നൈയിൽ കടൽ തീരത്തിന് സമീപമുള്ള 15 കോടിയോളം വിലമതിക്കുന്ന ആഡംബര വീട്ടിലാണ് അജിത് കുമാർ കുടുംബമായി താമസിക്കുന്നത്. സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈയൊരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും അജിത് കുമാറിന് സ്വന്തമായുണ്ട്. 9 കോടിയോളം രൂപ വിലമതിക്കുന്ന ഫെരാരി SF90 സ്ട്രാഡേൽ, 3.51 കോടി രൂപ വിലമതിക്കുന്ന പോർഷെ 911 GT3 RS, കൂടാതെ റേസിംഗ് പ്രകടനങ്ങൾക്ക് പേരുകേട്ട ഷവർലെ കോർവെറ്റ് C8 Z06, കൂടാതെ BMW 740 Li, മെഴ്സിഡസ് ബെൻസ് GLS 350 തുടങ്ങിയവയാണ് താരത്തിൻ്റെ വാഹനങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള താരമാണ് ഉലകനായകൻ കമലഹാസൻ. ഏകദേശം 450 കോടി രൂപയോളമാണ് താരത്തിൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഒരു സിനിമയ്ക്ക് 100 കോടി രൂപയ്ക്ക് മുകളിലാണ് കമലഹാസൻ പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെ സിനിമ നിർമ്മാണം, ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകൾ, കൂടാതെ ബിഗ് ബോസ് ഷോ പോലെയുള്ള ടെലിവിഷൻ പരിപാടികൾ, ബിസിനസ് സംരംഭങ്ങൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ് കമലഹാസൻ്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ. 1954 നവംബർ 7 തമിഴ്നാട്ടിലെ അയ്യങ്കാർ കുടുംബത്തിലായിരുന്നു കമലഹാസൻ ജനിച്ചത്. 1960 A ഭീം സിംഗ് സംവിധാനം ചെയ്ത കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി കമലഹാസൻ അരങ്ങേറ്റം കുറിച്ചു. ആ സിനിമയിലൂടെ മികച്ച ബാലനടനുള്ള ദേശീയ പുരസ്കാരവും കമലഹാസൻ സ്വന്തമാക്കി. അന്ന് താരത്തിന് വെറും 5 വയസ്സായിരുന്നു പ്രായം. കൂടാതെ നിരവധി ആഡംബര വീടുകളും കമലഹാസനുണ്ട്. ചെന്നൈയിൽ 60 വർഷത്തിലേറെ പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ തറവാട് വീട്, കൂടാതെ ചെന്നൈയിലെ ഏറ്റവും ചിലവേറിയ സ്ഥലങ്ങളിലൊന്നായ ബോട്ട് ക്ലബ് റോഡിൽ അദ്ദേഹത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു വസതിയുണ്ട്. കൂടാതെ ചെന്നൈക്ക് പുറത്ത് ബാംഗ്ലൂർ, മാംഗ്ലൂർ എന്നിവിടങ്ങളിലും അദ്ദേഹത്തിന് വസ്തുവകകളുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിലും കമലഹാസന് സ്വന്തമായി വീടുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും കമലഹാസന് സ്വന്തമായുണ്ട്. 3.64 കോടി രൂപ വിലമതിക്കുന്ന ലെക്സസ് LM 350H, 2.54 കോടി രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് മേബാക്ക് S560, 2.13 കോടി രൂപ വിലമതിക്കുന്ന BMW i7 X ഡ്രൈവ് 60, 11 ലക്ഷം രൂപ വിലമതിക്കുന്ന മഹീന്ദ്ര ബൊലേറോ B6 തുടങ്ങിയവയാണ് താരത്തിൻ്റെ വാഹനങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള താരമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. 1950 ബാംഗ്ലൂരിലെ ഒരു മറാത്തി കുടുംബത്തിൽ ശിവാജി റാവ് ഗെയ്ക്വാദ് എന്ന പേരിൽ ജനിച്ച അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് മുൻപ് കൂലിപ്പണിക്കാരനും ബസ് കണ്ടക്ടറുമായി ജോലി ചെയ്തിട്ടുണ്ട്. 1975 K ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രജനി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തമിഴ് കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റെ അപ്രമാദിത്യം തുടരുന്ന താരമാണ് രജനീകാന്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണെന്ന് രജനീകാന്ത്. ബസ് കണ്ടക്ടറിൽ നിന്നും ലോകമറിയുന്ന സൂപ്പർ സ്റ്റാറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച സിനിമാ കഥയെയും വെല്ലുന്നതാണ്. ചെന്നൈയിലെ അതിസമ്പന്നമായ പോയസ് ഗാർഡനിലുള്ള 35 കോടിയോളം വിലമതിക്കുന്ന ആഡംബര വസതിയിലാണ് രജനീകാന്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്.
ഇതുകൂടാതെ ചെന്നൈയിൽ തന്നെ വലിയൊരു കല്യാണ മണ്ഡപവും താരത്തിനുണ്ട്. രാഘവേന്ദ്ര മണ്ഡപം എന്നറിയപ്പെടുന്ന ഈ കല്യാണ മണ്ഡപം 1000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. ഇതിന് ഏകദേശം 20 കോടിയോളം രൂപ വിലമതിക്കുന്നു. സാധാരണ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും വാഹനങ്ങളുടെ കാര്യത്തിൽ രജനി വിട്ടുവീഴ്ച ചെയ്യാറില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. 10 കോടി രൂപ വില വരുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 16.5 കോടി രൂപ വില വരുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം, 3.10 കോടിയുടെ ലംബോഗിനി ഉറൂസ്, 22 കോടിയുടെ ബെൻലി ലൂമിനസ്, 2.55 കോടിയുടെ മേഴ്സിഡസ് ബെൻസ് ജി വാഗൺ, 1.77 കോടിയുടെ BMW X5 എന്നിങ്ങനെ വലിയൊരു വാഹനശേഖരം തന്നെയുണ്ട്. ഇവ കൂടാതെ ടൊയോട്ട ഇന്നോവ, ഹോണ്ട സിവിക് എന്നിവയും വിൻറ്റേജ് കാറുകളായ പ്രീമിയർ, പത്മിനി, അംബാസഡർ എന്നിവയും താരത്തിൻ്റെ ഗ്യാരേജിലുണ്ട്. രജനീകാന്തിൻ്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 430 മുതൽ 470 കോടി രൂപ വരെയാണ്. ഫോബ്സിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് രജനീകാന്ത്. ഒരു സിനിമയ്ക്കായി താരം ഏകദേശം 125 മുതൽ 270 കോടി രൂപ വരെയാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള താരമാണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സി ജോസഫ് വിജയ് എന്ന ദളപതി വിജയ്. തമിഴ് സിനിമയുടെ സാമ്പത്തിക കുതിപ്പിന് വഴിവെച്ച താരങ്ങളിൽ ഏറ്റവും പ്രധാനി വിജയ് തന്നെയാണ്. സംവിധായകൻ എസ് എ ചന്ദ്രശേഖറിൻ്റെയും പിന്നണി ഗായിക ശോഭ ചന്ദ്രശേഖറിൻ്റെയും മകനായി മദ്രാസിൽ ജനിച്ച വിജയ് ബാലതാരമായി 1984-ലാണ് സിനിമയിൽ അരങ്ങേറുന്നത്. ചിത്രത്തിൻ്റെ പേര് തന്നെ വെട്രി എന്നായിരുന്നു. സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലുമെല്ലാം വെട്രി ഉള്ളത് ആകസ്മികമല്ല. ആ വിജയം കരിയറിലുടനീളം ആവർത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചു. ഇന്ന് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായിട്ടുള്ള വിജയ് ഇനി സിനിമയിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല. എന്നിരുന്നാൽ തന്നെ തമിഴ് സിനിമയിൽ ഏറ്റവും വാണിജ്യ വിജയം നൽകാൻ സാധിക്കുന്ന താരം ഇന്ന് വിജയ് അല്ലാതെ മറ്റാരുമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയൊരു സാമ്രാജ്യം തന്നെ വിജയ്ക്കുണ്ട്. ഏകദേശം 220 കോടി രൂപയോളം വരുന്ന സ്ഥിര ആസ്തികളിൽ ചെന്നൈയിലെ നീലാങ്കരൈ, സാലിഗ്രാം, മൈലാപ്പൂർ, എഗ്മോർ എന്നിവിടങ്ങളിലെ ആഡംബര വസതികൾ മാത്രം 115 കോടി രൂപയുടെ മൂല്യമുള്ളവയാണ്. ത്യാഗരാജനഗർ, ഷോലിംഗനല്ലൂർ എന്നിവിടങ്ങളിലെ വാണിജ്യ സമുച്ചയങ്ങൾക്ക് 82.8 കോടി രൂപ വില മതിക്കുന്നു. കൂടാതെ കൊടൈക്കനാലിലെ കാർഷിക ഭൂമിയും വിജയുടെ ഉടമസ്ഥയിലുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 184.53 കോടി രൂപയാണ് വിജയ് വരുമാനമായി നേടിയത്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും വിജയ്ക്കുണ്ട്. 2.5 കോടി രൂപ വിലമതിക്കുന്ന BMW i7, 2.20 കോടി രൂപ വിലമതിക്കുന്ന ലെക്സസ് LM 350h, 1.19 കോടി രൂപ വിലമതിക്കുന്ന ടൊയോട്ട വെൽഫെയർ, കൂടാതെ റോൾസ് റോയ്സ് ഗോസ്റ്റ്, 74.80 ലക്ഷം രൂപ വിലമതിക്കുന്ന BMW 5 സീരീസ്, കൂടാതെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് തുടങ്ങിയ നിരവധി വാഹനങ്ങളാണ് വിജയ്ക്ക് സ്വന്തമായുള്ളത്. ഫോബ്സ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 150 മുതൽ 275 കോടി രൂപ വരെയാണ് വിജയ് ഒരു സിനിമയ്ക്കായി പ്രതിഫലമായി ഈടാക്കുന്നത്. 300 കോടി രൂപ പുഷ്പ 2ാം ഭാഗത്തിന് വാങ്ങിയ അല്ലു അർജുൻ മാത്രമാണ് വിജയ്ക്ക് മുന്നിലുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന താരങ്ങളുടെ മുൻനിരയിൽപ്പെടുന്ന വിജയുടെ മുഖ്യ വരുമാന മാർഗം സിനിമ തന്നെയാണ്. സിനിമ കൂടാതെ ബ്രാൻഡ് പ്രൊമോഷനുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയും വിജയ് വരുമാനം കണ്ടെത്തുന്നുണ്ട്. വിജയുടെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 650 മുതൽ 800 കോടി രൂപ വരെയാണ്. ഇനി ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമൻ, തമിഴ് സിനിമയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള താരം, അത് അരവിന്ദ് സ്വാമിയാണ്. സിനിമാ കഥയെയും വെല്ലുന്ന ജീവിതമാണ് നടൻ അരവിന്ദ് സ്വാമിയുടേത്. ഒരു കാലത്ത് ഏവരുടെയും ഹൃദയം കവർന്ന ചോക്ലേറ്റ് ബോയ്, റോജ, ബോംബെ പോലുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ വലിയ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയ താരത്തിന് ഇടക്കാലത്ത് സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ജീവിതത്തിലെ ആ തിരിച്ചടികളെയും പിന്നീട് വിജയമാക്കുകയായിരുന്നു അരവിന്ദ് സ്വാമി. 1991 മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രത്തിലൂടെയാണ് അരവിന്ദ് സ്വാമി ആദ്യം ശ്രദ്ധ നേടിയത്. 2000-ഓടെ അഭിനയ ലോകത്തു നിന്നും ബ്രേക്ക് എടുത്ത് അരവിന്ദ് സ്വാമി തൻ്റെ പിതാവിൻ്റെ ബിസിനസ് മേൽനോട്ടം ഏറ്റെടുത്തു. 2005 അദ്ദേഹം ടാലൻറ്റ് മാക്സിമസ് എന്ന കമ്പനി സ്ഥാപിച്ചു. പിന്നീട് തൻ്റെ ബിസിനസ് ലോകം വിപുലീകരിക്കുന്ന അരവിന്ദ് സ്വാമിയെയാണ് പ്രേക്ഷകർ കണ്ടത്. 2016-ഓടെ വസ്ത്രവിപണിയിലേക്കും അരവിന്ദ് സ്വാമി ചുവടുവെച്ചു. ടാലൻറ്റ് മാക്സിമസിൻ്റെ 2022 വരുമാനം $418 മില്യൺ അഥവാ 3300 കോടി രൂപയാണ്. താരപദവി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങി തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത അരവിന്ദ് സ്വാമിയുടെ പ്രയാണം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് അടിവരയിടുകയാണ്. അഭിനയ ജീവിതത്തിലെ തിരിച്ചടികൾക്കിടയിലും തളരാതെ ബിസിനസ് ലോകത്ത് വിജയം കൈവരിക്കാൻ അരവിന്ദ് സ്വാമിക്ക് സാധിച്ചു. ചെന്നൈയിലുള്ള ആഡംബര വസതിയിലാണ് അരവിന്ദ് സ്വാമി തൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്.
കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരവിന്ദ് സ്വാമിക്ക് പ്രോപ്പർട്ടികളുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും താരത്തിനുണ്ട്. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, BMW 7 സീരീസ്, ഓഡി A6, റേഞ്ച് റോവർ തുടങ്ങിയവയാണ് അരവിന്ദ് സ്വാമിയുടെ വാഹനങ്ങൾ. ഒരു സിനിമയ്ക്ക് അരവിന്ദ് സ്വാമി പ്രതിഫലമായി ഈടാക്കുന്നത് 5 കോടി രൂപ മുതൽ 15 കോടി രൂപ വരെയാണ്. സിനിമ അഭിനയം കൂടാതെയുള്ള അരവിന്ദ് സ്വാമിയുടെ മറ്റ് വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ബിസിനസ് സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ്. അരവിന്ദ് സ്വാമിയുടെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 3300 കോടി രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഈ പറഞ്ഞ 10 സിനിമാ നടന്മാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് സിനിമാ നടൻ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക.